നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമ്മുടെ നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയൊക്കെ നമ്മുടെ ക്ലോസിംഗ് ലെവൽസിൽ നിന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു ഫോള് നമുക്ക് ഉള്ളതാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രൈക്ക് ലെവൽസ് നമ്മൾ ചെറുതായിട്ട് എഡിറ്റ് ചെയ്തിരുന്നു. കാരണം നമ്മളുടെ എക്സ്പയറീസ് എല്ലാം ചേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ എക്സ്പയറിയിൽ നമ്മുടെ മന്ത് എൻഡിൽ വലിയ ലിക്വിഡേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് തന്നതുകൊണ്ട് പ്രയോജനങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മളതിൽ നിന്ന് എഡിറ്റ് ചെയ്തത്. പക്ഷേ അത് ആപ്റ്റ് ആയില്ല. കാരണം നമ്മുടെ മന്ത് എൻഡ് തന്നെ നമുക്ക് വേണം. ലിക്വിഡിറ്റി ഉണ്ടെങ്കിലും മന്ത് എൻഡിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് ട്രേഡ് എടുക്കാതായിരിക്കും ബെറ്റർ. ഈ ഒരു അതേ സ്ട്രൈക്ക് ലെവൽസിൽ, അതായത് നമ്മളുടെ അതേ ഇപ്പോൾ 27 നവംബറിൽ തന്നെ നമ്മൾ തരുമ്പോഴത്തേക്കും തരുന്നതിൽ പ്രശ്നമില്ല. അത് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മുടെ മന്ത് എൻഡും വീക്കെൻഡും തന്നെ നിന്നാൽ മതി. എക്സ്പയറി ഇപ്പോൾ ഈ ഒരു ഡിസംബർ കഴിയുന്നത് വരെ വലിയ കുഴപ്പമില്ല. നവംബർ കഴിയുന്നവരെ വലിയ കുഴപ്പമില്ല. അതിൽ തന്നെ നമുക്ക് ട്രേഡ് നോക്കാം. പക്ഷേ നവംബർ കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളൊരു മറ്റൊരു ഉപാധി നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിനുള്ളിൽ ഞാനത് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മന്ത് എൻഡ് തന്നെ നോക്കേണ്ടി വരും. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ട്രേഡിലേക്ക് പോവില്ല. ഇപ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് 50 മിനിറ്റ്സ് ട്രേഡിൽ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും അതിൻ്റെ സി പൊസിഷൻസ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. പി പൊസിഷൻ അതുപോലെ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ട്രേഡ് ആപ്റ്റ് ആയിട്ടില്ല. സാധാരണ ഇങ്ങനെ നമുക്ക് സംഭവിക്കാത്തതാണ്. പക്ഷേ ഇത് ആപ്റ്റ് ആകാതെ പോയി തന്നെ നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്നൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു പോയി ബോർഡ് ലൈൻസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡ് വരുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ അങ്ങനെ വന്നിട്ടുമുണ്ട്. ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു, ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്താലും ബോർഡ് ലൈൻസിൽ നിന്ന് നമുക്ക് റിജക്റ്റ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ പഴയ പോലെ തന്നെ മന്ത് എൻഡ് വെച്ച് തന്നെ നമ്മൾ മന്ത് എൻഡും വീക്കെൻഡും തന്നെ നോക്കി തന്നെ നമ്മൾ ട്രേഡിന് പ്ലാൻ ചെയ്യുക. നവംബർ അവസാനിക്കുന്നതോടുകൂടി നമുക്കതിൽ നിന്ന് മാറ്റേണ്ടി തന്നെ വരും. മാറ്റി നമുക്ക് നമ്മുടെ സെയിം വീക്കെൻഡിലേക്ക് തന്നെ മാറ്റി നമുക്ക് ട്രേഡിന് പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പോവുക. നമ്മളുടെ നവംബർ അവസാനിക്കുന്ന വരെ ഇതുപോലെ തന്നെ പോവുക. ഇതിന് ശേഷം ഒരു ക്രോസിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് നല്ല രീതിയിലൊരു ക്രോസിംഗ് തുടക്ക സമയത്ത് തന്നെ കാണുന്നുണ്ടായിരുന്നു. ഈ ക്രോസിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് അവിടുന്ന് ഞാനൊരു ഈ ഒരു പൊസിഷൻ ആയപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, ഒരു അപ്പോസിഷനാണ് കൂടുതലും കാണുന്നതെന്നുള്ളത് പറഞ്ഞിരുന്നു. അത് അപ്പോൾ തന്നെ അത് അപ്പോസിഷൻ ആയിട്ടുമുണ്ട്. ഈ ഒരു നാലാമത്തെ ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ അത് കൺസോൾട്ടേഷൻ ആയിരിക്കും. നല്ല രീതിയിൽ ബുള്ളിഷ് ആയാലും മാത്രമേ അത് നമുക്കൊരു ക്രോസിംഗ് ആണെന്ന് കരുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായതിന് ശേഷം അപ്പോൾ തന്നെ അത് ഡൗൺ ആകുകയും പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയും തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ അതൊരു കൺസോൾട്ടേറ്റഡ് ട്രേഡായിരുന്നു. ഈ അവസാന നിമിഷത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് 2:45 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകാറുണ്ട്. ഈ ഒരു 2:45 ടൈമിനായപ്പോഴത്തേക്ക് ഇതൊരു ഫോളിംഗ് ക്യാൻഡിലായിട്ട് തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. മന്ത് എൻഡ് ഗ്രാഫ് ആയിരുന്നെങ്കിൽ ഇത് കറക്റ്റ് നമ്മളുടെ ഈ ഒരു പി പൊസിഷനിലേക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് കറക്റ്റ് മന്ത് എൻഡ് ഗ്രാഫ് ഞാനതിവിടെ ഇൻപുട്ട് ചെയ്തിട്ടില്ല. മന്ത് എൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലേ വരത്തുള്ളൂ. ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കൊരു പി പൊസിഷൻ അപ്വേർഡ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് ലെവൽ നമ്മൾ മന്ത് എൻഡിന് തന്നെ വെച്ചിട്ട് നാളത്തെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. കാരണം അവിടെ ലിക്വിഡിറ്റി വന്നിട്ടുണ്ട്, അതിൽ പ്രശ്നമില്ല. ഒരു നവംബർ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നവംബർ കഴിഞ്ഞ് അടുത്ത ജനുവരിയിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ജനുവരിയിൽ അത്രയും ലിക്വിഡിറ്റി പൊസിഷനിലേക്ക് വരും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരേ മന്ത് എൻഡ് തന്നെ എടുത്തിട്ട് ഒരേ വീക്കെൻഡ് തന്നെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അതപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു നവംബർ എൻഡ് ചെയ്യുന്നവരെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ പോവുക. അത് ബാക്കിയുള്ള ഡേറ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരേ വീക്കെൻഡിലേക്ക് മാറ്റുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊസിഷൻസിൽ നമുക്ക് സ്ട്രൈക്ക് ലെവൽസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ലെവൽസ് വെച്ചിട്ട് മാത്രമേ ഈ ഒരു ഫോളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളാം. സ്ട്രൈക്ക് ലെവൽസ് നമ്മുടെ മന്ത് എൻഡ് ഇല്ലാഞ്ഞുകൊണ്ടാണ് നാളെ തൊട്ട് മന്ത് എൻഡ് തന്നെ ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.